അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച് നൽകിയ 12 മാസങ്ങളിൽ ഒന്നാണല്ലോ സഫർ മാസം. നാം നിലകൊള്ളുന്ന ഈ മാസം മുഹറമിന് ശേഷം വരുന്ന ഹിജറ വർഷത്തിലെ 2ാമത്തെ മാസമാണിത്. എന്നാൽ ഈ മാസം വരുമ്പോൾ ഇന്നും പല മുസ്ലിങ്ങൾക്കിടയിലും ചില തെറ്റായ ധാരണകൾ, ചില തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിക്കുന്നതായി കാണാം. സഫർ മാസം അശുഭമാണ്, ഈ മാസത്തിൽ വിവാഹം പാടില്ല, ബിസിനസ് തുടങ്ങരുത്, യാത്രകൾ നടത്തരുത്, പുതിയ വീട് പണിയരുത് എന്നിങ്ങനെയുള്ള തെറ്റായ ധാരണകൾ പലരിലും ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ ഈ വിശ്വാസങ്ങൾക്കൊന്നും പരിശുദ്ധ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം അബദ്ധജടിലമായ അന്ധവിശ്വാസങ്ങളെ വ്യക്തമായി നിരാകരിക്കുന്നതായി കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ അദ്വ വലാ ത്വീറത വലാ ഹാമത വലാ സഫർ, അഥവാ സ്വതന്ത്രമായി രോഗം പകരുമെന്ന് ജാഹിലിയക്കാർ വിശ്വസിച്ചിരുന്ന ആ വിശ്വാസം തെറ്റാണ്. അതുപോലെ ശകുനം നോക്കുന്ന ഏർപ്പാട് തെറ്റാണ്. ഹാമ എന്ന അന്ധവിശ്വാസം ശരിയേ അല്ല. സഫർ മാസം അശുഭമാണെന്ന ജാഹിലിയക്കാരുടെ വിശ്വാസം അതും തെറ്റാകുന്നു. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും കാണാം. ഈ ഹദീസിലെ ഓരോ പദത്തിനും വലിയ അർത്ഥതലങ്ങളുണ്ട്. ലാ ത്വീറത്ത എന്ന പദം, ഇവിടെയുള്ള അത്വീറ എന്ന പദം ശകുനം നോക്കൽ, അശുഭലക്ഷണം കണക്കാക്കൽ എന്ന അർത്ഥമാണ് നൽകുന്നത്. ഒരു പക്ഷി ഇടതുവശത്തേക്ക് പറന്നാൽ യാത്ര ഒഴിവാക്കുക, ചില ദിവസങ്ങളെയോ മാസങ്ങളെയോ അശുഭമായി കാണുക തുടങ്ങിയ ജാഹിലിയ വിശ്വാസങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നു, അത്വീറത്തു ശിർക്കുൻ, അഥവാ ശകുനം നോക്കുന്നത് ഷിർക്കിൻ്റെ സ്വഭാവമുള്ള കാര്യമാണ്. ഇമാം തുർമുദിയും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അതുപോലെ വലാ ഹാമത്ത എന്നത് ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്ന ഹാമ എന്നൊരു അന്ധവിശ്വാസമാണ്. ഒരാൾ കൊല്ലപ്പെട്ടാൽ അവരുടെ ആത്മാവ് മൂങ്ങയായി മാറി പ്രതികാരം ആവശ്യപ്പെടുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിഷേധിച്ചു. അതുപോലെ വലാ സഫറ, ഇവിടെയുള്ള സഫർ എന്ന പദം സഫർ മാസത്തെക്കുറിച്ചാണ്. ജാഹിലിയക്കാർ ഈ മാസത്തെ അശുഭമായി കരുതിയിരുന്നു. ആ തെറ്റായ വിശ്വാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാതാക്കിയത്. ഭാഷാപരമായി നോക്കുമ്പോൾ സഫർ എന്ന പദം, ആ ഒരു പേരിൻ്റെ അർത്ഥം, ഇതിൻ്റെ മൂലധാതാവ് സൊഫിറ എന്ന പദമാണ്. അതിൻ്റെ അർത്ഥം ഒഴിഞ്ഞു പോവുക, ശൂന്യമാവുക എന്നാണ്. അറബികൾ യുദ്ധത്തിനും യാത്രക്കും പുറപ്പെട്ടപ്പോൾ വീടുകൾ ആളൊഴിഞ്ഞു പോയതുകൊണ്ട് ആ ഒരു മാസത്തെ അവരെ സഫർ എന്ന പേര് വിളിക്കുകയും അങ്ങനെയാണ് ആ പേര് ആ മാസത്തിന് വന്നത് എന്നുമാണ് ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഈ പേരിന് അശുഭവുമായി യാതൊരു ബന്ധവുമില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് മുസ്ലിമിൻ്റെ അവിടുത്തെ ഷറഹിൽ പറയുന്നുണ്ട്, വമ്മാ ഖൗലുഹു വലാ സഫർ ഫസ്വഹീഹു അന്നൽ മുറാദ ഇബ്താലു മാ കാനത്തിൽ ജാഹിലിയത്തു തസ്ഉമുഹു അന്ന ശഹ്റ സഫർ മശ്ഊം, അഥവാ സഫർ ഇല്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനത്തിൻ്റെ ശരിയായ അർത്ഥം ജാഹിലിയക്കാർ സഫർ മാസത്തെ അശുഭമായി കരുതിയിരുന്ന വിശ്വാസത്തെ അസാധുവാക്കുക എന്നതാണ്. അതുപോലെ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് ബുഖാരിയുടെ ശറഹായ അവരുടെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, വഅബ്തൽ ഇസ്ലാമു മാ കാനത്തിൽ ജാഹിലിയത്തു തഅ്തഖിദുഹു ഫി സഫർ, അഥവാ ജാഹിലിയക്കാർ സഫറിനെ കുറിച്ച് പുലർത്തിയിരുന്ന തെറ്റായ വിശ്വാസങ്ങളെ പരിശുദ്ധ ഇസ്ലാം പൂർണ്ണമായും അസാധുവാക്കി. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നു, ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. സൂറത്ത് തൗബ 51-ാമത്തെ ആയത്താണ്. അഥവാ പറയുക നബിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു നമുക്ക് രേഖപ്പെടുത്തിയതല്ലാതെ മറ്റൊന്നും നമ്മെ ബാധിക്കുകയില്ല. അവനാണ് നമ്മുടെ രക്ഷാധികാരി. അതിനാൽ സത്യവിശ്വാസികൾ അല്ലാഹുവിൽ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. അതിനാൽ സഫർ മാസം വന്നതുകൊണ്ട് ഒരു കാര്യവും മാറ്റിവെക്കേണ്ടതില്ല. വിവാഹം നടത്താം, പുതിയ വീട് പണിയാം, വ്യാപാരം തുടങ്ങാം, യാത്ര ചെയ്യാം. ഒരു മാസത്തിനും സ്വതന്ത്രമായി നന്മയോ ദോഷമോ ചെയ്യാനുള്ള കഴിവില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വിധി പ്രകാരമാണ് നടക്കുന്നത്. അതിനാൽ നാം ഉപേക്ഷിക്കേണ്ടത് സഫർ മാസമല്ല, സഫറിനെ കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളാണ്. നമ്മുടെ വിശ്വാസം മാസങ്ങളിലോ ദിവസങ്ങളിലോ അല്ല, സർവശക്തനായ അള്ളാഹുവിലായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൗഹീദിൽ ഉറപ്പിക്കുകയും
അന്ധവിശ്വാസങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുകയും ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.